ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പൂളിൻ്റെ പ്ലംബിംഗ് ഇലക്ട്രിക് വർക്കിൻ്റെ ഒരു വീഡിയോകളുടെ രണ്ടാം ഭാഗമാണ്. അതിൽ കോൺക്രീറ്റിൻ്റെ ഭാഗം കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിനാൽ കോൺക്രീറ്റിൻ്റെ വർക്കും അതിനോടൊപ്പം ചെയ്യേണ്ട പ്ലംബിംഗ് ഇലക്ട്രിക് വർക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് പൂളിൻ്റെ അളവ് മാർക്ക് ചെയ്യുകയും അതിനുശേഷം മണ്ണ് കട്ട് ചെയ്യുകയും വേണം. കുഴിയെടുത്തതിന് ശേഷം ഇതുപോലെ മണ്ണ് നന്നായി ഇടിച്ചമർത്തി അതിന് ശേഷം നമുക്കിനി PCC വർക്കാണ് ചെയ്യേണ്ടത്. PCC വർക്കിലേക്ക് പോവാം. നമ്മുടെ PCC വർക്ക് ഫിനിഷായി. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സ്റ്റീൽ വർക്കാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റീൽ വർക്കിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റീൽ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മെയിൻ ഡ്രെയിനിൻ്റെ ഒരു പ്ലംബിങ് പൈപ്പ് ഇടാണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കുന്നത്. പിന്നെ ഇത് ഈ മെയിൻ ഡ്രെയിന് വെച്ചതിന് ശേഷം വേണം നമുക്കൊരു ലെയറും കൂടി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത പൂളിൻ്റെ വീഡിയോയിൽ പിന്നെ ഇതിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോർണറിലായിട്ടാണ് വെക്കേണ്ടത്. ഇതുപോലെ മെയിൻ ഡ്രെയിന് സെറ്റ് ചെയ്യുക. ഇത് ഇടേണ്ടത് 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമുക്കൊരു ലെയർ കോൺക്രീറ്റും കൂടി ചെയ്തതിന് ശേഷം സൈഡ് വാളിൻ്റെ വർക്കാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ലെയർ കോൺക്രീറ്റിൻ്റെ വർക്കിലേക്കാണ് കിടക്കുന്നത്.
നമ്മൾ ഒരു ലെയറും കൂടി കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സൈഡ് വാൾ ചെയ്യണം. ആ സൈഡ് വാളിൻ്റെ വർക്കാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ തെർമോക്കോൾ വെച്ചിട്ടാണ് സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നത്. അതിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്നത് നമുക്ക് ഒരു ഇല്ലറ്റിൻ്റെ പോയിൻ്റ് വെക്കാണ്ട്. ആ ഇല്ലറ്റിൻ്റെ പോയിൻ്റാണ് ഇപ്പോൾ വെക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വാക്കത്തിൻ്റെ പോയിൻ്റ്. ഇപ്പോൾ ഈ ഇടുന്നത് വാക്കത്തിൻ്റെ പോയിൻ്റാണ്. വാക്കത്തിൻ്റെ പോയിൻറ്റിൻ്റെ ഒരളവ് എല്ലാം നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴും നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ ശരിക്കും മനസ്സിലാവും. വാക്കത്തിൻ്റെ പോയിൻ്റാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് നമ്മുടെ ഒരു ഇലക്ട്രിക്കിൻ്റെ പോയിൻ്റാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതേപോലെ സെൻറ്ററിലോട്ട് വേണം ആ പൈപ്പ് മുകളിലേക്ക് ഇടാൻ. ഞാൻ എന്നാൽ മാത്രമേ നമുക്ക് ലീക്കില്ലാണ്ട് ചെയ്യാൻ പറ്റൂ. മറ്റേ നെക്സ്റ്റ് അടുത്തായിട്ട് കാണുന്ന പൈപ്പാണ് നമ്മളെ രണ്ടാമത്തെ ലൈറ്റ്സിലേക്ക് കണക്ഷൻ പോകുന്നതിൻ്റെ പൈപ്പ്. ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ ലൈറ്റ്. രണ്ടാമത്തെ ലൈറ്റിൻ്റെ പോയിൻ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി 2 പൈപ്പും കൂടി ഇടണം. ഒന്ന് നമ്മുടെ പമ്പ് റൂമിലേക്കുള്ള ഒരു പൈപ്പ്. ഇപ്പോൾ ഇടുന്നത് പമ്പ് റൂമിലേക്കുള്ള പൈപ്പാണ്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഇപ്പോൾ ഇടുന്നത് തൊട്ടപ്പുറത്തെ ഇലക്ട്രിക്കിൻ്റെ പൈപ്പിലേക്കുള്ള കണക്ഷൻ്റെ പൈപ്പാണ് ഇടുന്നത്. ഇതിൻ്റെ വയറിടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇതിന് ശേഷം ആ വയറിടുന്ന ഒരു വീഡിയോ കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് സംഗതി മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇല്ലറ്റിൻ്റെ പോയിൻ്റ്. ഈ വാളിൽ 4 ഇല്ലറ്റാണ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഇതാണ് ഈ 4 ഇല്ലറ്റ്. നമ്മളിപ്പോൾ ഇവിടുന്ന പോയിൻ്റ് നമ്മളെ സ്കിമ്മറിൻ്റെ പോയിൻ്റാണ്. നിലവിൽ നമുക്ക് ഈ കോൺക്രീറ്റിൽ വെക്കാൻ പറ്റിയ ടൈപ്പ് സ്കിമ്മർ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു ടീ ഇട്ടിട്ട് സ്കിമ്മറിൻ്റെ ഒരു ഡെമോ ആണ് കാണിക്കുന്നത്. നമുക്ക് സ്കിമ്മറിൻ്റെ 2 പോയിൻ്റാണ് ഇടാനുള്ളത്. അത് ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാണെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും. ഇതേപോലെ 2 സ്കിമ്മറിൻ്റെ പോയിൻ്റ് കൂടി നമുക്കിതിൽ സെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ സ്കിമ്മർ ഈ അളവിന് കണക്കായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ടീ ഇട്ടിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് 2 സ്കിമ്മറിൻ്റെ പോയിൻ്റ്. ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഈ വാളിൽ കാണുന്ന ഒരു വാക്കത്തിൻ്റെ പോയിൻ്റ്, പിന്നെ അത് വാക്കം. അപ്പോൾ തൊട്ടപ്പുറത്തുള്ളത് ഇൻലെറ്റിൻ്റെ പോയിൻ്റ്, ഇലക്ട്രിക്കിൻ്റെ പോയിൻ്റ്, ആ ബ്ലാക്ക് കാണുന്നത്. ഇപ്പോഴത്തെ ഈ കാണുന്ന ബ്ലാക്കിലുള്ളത് ഇലക്ട്രിക്ക്. ഈ വാളിൽ 4 ഇല്ലറ്റ്, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 1 ഇല്ലറ്റ്. ടോട്ടൽ 6 ഇല്ലറ്റും ഒരു വാക്കത്തിൻ്റെ പോയിൻ്റാണ് ഉണ്ടാവുക. പിന്നെ ഉള്ളത് നിലവിൽ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടാവും. ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ഈ വരേണ്ട രീതി ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് ഇതേപോലെ വരണം. ഇതൊന്നുകൂടി ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയാണ് ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ഇടേണ്ടത്. നിലവിൽ ഇതേപോലെ സെൻറ്ററിലോട്ട് ഇടുക. ഇനി നമുക്ക് വാൾ കോൺക്രീറ്റ് ചെയ്യണം. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് തെർമോക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കനമുള്ള ഇഷ്ടി അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനൊന്ന് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതേപോലെ ടൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് വർക്കിലേക്ക് പോകാം. Nigga, what's up?
കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് നമുക്കിതിൻ്റെ പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. പ്ലംബിംഗ് വർക്കിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഈ ഇല്ലറ്റ് തമ്മിൽ 6 ഇല്ലറ്റാണുള്ളത്. ആ 6 ഇല്ലറ്റ് തമ്മിൽ പിന്നെ നമുക്ക് കണക്ട് ചെയ്യണം. അതിനു വേണ്ടി ഇതുപോലെ ഒരു എൽബോ കൊണ്ട് ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഈ കാണുന്ന ഇതുപോലെ ഒരു എൽബോ കൊണ്ട് ഈ സൈഡിലുള്ള 4 ഇല്ലറ്റിനെയും കൂടി ജോയിൻ്റ് ചെയ്യുക ഇതിലേക്ക്. അങ്ങനെ ഈ പിന്നെ 6 ഇല്ലറ്റും കൂടി ജോയിൻ്റ് ചെയ്തിട്ട് ആ പൈപ്പ് നമുക്ക് ഇവിടെ പമ്പ് റൂമിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇതുപോലെ. ഇതാണ് വാക്കത്തിൻ്റെ പോയിൻ്റ്. ഈ വാക്കത്തിൻ്റെ പോയിൻ്റ് ഇതേപോലെ പമ്പ് റൂമിലേക്ക് പിന്നെ പൈപ്പിട്ട് വെക്കുക. നിങ്ങൾ മൊത്തത്തിൽ കാണുന്നുണ്ടാവും. ഈ 6 ഇല്ലറ്റും കൂടി ഇതുപോലെ കണക്ഷൻ ചെയ്തിട്ട് പമ്പ് റൂമിലേക്ക് കൊടുക്കുന്ന വിധത്തിൽ പിന്നെ ഈ പൈപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് 2 ലൈറ്റ് തമ്മിൽ കണക്ഷൻ ചെയ്യുന്ന വയർ. ഇപ്പുറത്തെ ലൈറ്റിൽ നിന്ന് അപ്പുറത്തെ ലൈറ്റിലേക്കുള്ള കണക്ഷൻ ഇടുന്ന അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ പമ്പ് റൂമിൽ നിന്ന് ഇവിടുത്തെ കറണ്ട് വരേണ്ട വയറാണ് ഇപ്പോൾ ഇടുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് അതാണ്. നിങ്ങൾ മൊത്തത്തിൽ കാണുന്നുണ്ടാവും ഈ 2 ലൈറ്റ് തമ്മിൽ കണക്ഷൻ. പിന്നെ ആ ലൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് പമ്പ് റൂമിലേക്കുള്ള ഒരു പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഇപ്പുറത്തെ ഭാഗത്താണ് പമ്പ് റൂം. നമ്മളെ ഇതിന് മുമ്പുള്ള പിന്നെ പൂളിൻ്റെ വീഡിയോയിൽ നമ്മളെ പമ്പ് റൂമൊക്കെ വരുന്ന ഈ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ അതേ ലെവലിലാണ് ഈ പ്ലംബിങ് ഇലക്ട്രിക്കിൻ്റെ പൈപ്പിൽ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മളെല്ലാം ഈ ഭാഗത്തേക്ക് ഇടുകയും അങ്ങനെ പറയുകയും